അരവിന്ദ്രനാഥിക്ക് മോഷ്ടിക്കാനുള്ള ഒരു നേതാവിന്റെ മാതൃകാ യോഗ്യനായ നേതാവ് വല്ലാതെ കുട്ടികൾ നടന്നു പോകുന്നതിനല്ല അഖിലേന്ത്യ നേതാവിനെ നടന്നു കണ്ട കുട്ടികളെന്ത് ചെയ്യും ഒരു നേതാവേ ഒരു മിനിറ്റിനെ കണ്ട് തീരിനെ വിളിപ്പിക്കാനാണോ നിങ്ങളുടെ തന്ത്രം? മാത്രമല്ല പറഞ്ഞല്ലോ ചെറിയൊരു ചാമ്പളത്തിൽ 147 പേജ് 146 പേജ് എന്താ പറഞ്ഞത്? തൊഴിലില്ലാതെ ദൈവത്തോട് മാത്രം കാര്യമില്ല. നമുക്ക് തൊഴിൽ നിർബന്ധമാണെന്ന് ഇവിടെ വാദിക്കുന്നത് ഈ ആശയം അടിസ്ഥാനരഹിതമാണ്. 146 പേജ് തൊഴിലിക്കത്ത് നിർബന്ധമാണ് എന്നത് അടിസ്ഥാനരഹിതമാണെന്ന് അപ്പോൾ ആത്മീയാസ്വാദനത്തിന്റെ പ്രമാണങ്ങൾ എന്താ തൊഴിൽ നിർബന്ധമാണ് എന്നത് അടിസ്ഥാനരഹിതമാണ്. ഇതെന്തായിരുന്നു? ഞാൻ വായിക്കാം. മനുഷ്യമനത്തിന്റെ പരിശുദ്ധിയാണ് ശരീരത്തിന്റെ ഫലമെന്ന് നമുക്കറിയാം. ഇത് മനുഷ്യന്റെ ആത്യന്തിക വിജയത്തിന് അനിവാര്യമാണ്. ചോദിച്ചെടുത്തേ ഇത് ഏത് കാലത്തിലാ? ഇത് കാന്തപുരം ഇതേത് കാലത്തിലാ? വ്യാകരണം നാമണ്ടാവും. ഇത് ഏത് ആശയമാണ്? പണ്ട് ഒരേ പണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാരെ കാലത്ത് നായനാരോട് ഏഷ്യനായിട്ട് പരിപാടിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാറുണ്ട്. മുഖ്യമന്ത്രിയോട് മുഖ്യമന്ത്രി ഭരണത്തിൽ ഭയങ്കര മോശമാണോ, ഇവിടെ കരണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് അഞ്ചോട് ഇത് കാണില്ല, ഇവിടെ മഴ പെയ്യാറില്ല, മഴ ഉണ്ടെങ്കിലല്ലേ കാമിൽ വെള്ളമുണ്ടാവുള്ളൂ, അപ്പോഴല്ലേ കരണ്ടുണ്ടാവുള്ളൂ. അതേ സമയം ഇങ്ങനെ വേറെ ആളുകളുടെ അപ്പുറത്തുള്ള കാലത്ത് അത് മുഖ്യമന്ത്രി കാര്യം പറയാം. മുഖ്യമന്ത്രിയുടെ റോഡാകെ മോശമായി കളിക്കുന്നത് മുഖ്യമന്ത്രി ഈ കാണുന്നില്ലേ മഴ പെയ്യുന്നത്? മഴ പെയ്തിട്ട് റോഡ് കേടായതാണ് എന്ന മോഡലാണ്. മുജാഹിദിനെ ചോദിക്കുമ്പോ തൊഴിക്കുന്നതൊന്നും ഇസ്ലാമില്ലാത്തതാണ്, അത് ഇസ്ലാമികമാണ്, അത് പ്രമാണബദ്ധമാണ്, നിർബന്ധമാണ്. മുജാഹിദ് കോമഡി നല്ലൊരു കാണപ്പെടുന്നു. അതെ, തൊഴിൽ നിർബന്ധമാണ്, അത് നിർബന്ധമല്ലേ? അങ്ങനെ ചെയ്യുന്നതാണ്. ഒരു ദിവസം ചോദിക്കുമ്പോ തൊഴിൽ നിർബന്ധമാണ്. തൊഴിൽക്കാരെ വരുമ്പോ തൊഴിൽക്കാർ പറയുന്നത് തൊഴിൽ നിർബന്ധമാണെന്ന് ആ ഭാഗം ശരിയല്ല. ഏജാനയുടെ കാണപ്പെടുന്ന പരിപാടികളോ ഇത് പണ്ട് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ കണ്ടപ്പെടുകയാണ്. ഞാൻ വിചാരിച്ചതാണ് തൊഴിൽ ഇസ്ലാമികമാണ്. അവർ പറയും അതേ പ്രമാണബദ്ധമാണ്. നേരെ തൊഴിൽ അല്ല എന്ത് തൊഴിലിന്റെ അഭിപ്രായം? ഞാൻ തൊഴിലാണ് ഇസ്ലാമിലാവുന്ന ശരിയല്ല അല്ലെ? സ്വന്തം നേതാവിനെ പോലെ തലയില്ലാതെ കാന്തപുരനെ എന്താ കൂടുതൽ അല്ലെ? ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. ഏഴാമത് സാമികൾക്ക് ചെയ്തില്ലായിരുന്നു. ആരാപ്പെട്ടത്? ഭ്രാന്തനോ കണ്ടുപിടിക്കുന്നതല്ല. എന്റെ പ്രശ്നത്തിൽ പറയുന്നു കോട്ടുമലയിൽ സ്വീകരിച്ചപ്പോൾ കത്തുന്ന ഇത് മുമ്പ് മാറ്റമാകുന്ന ഇതിൽ നിന്നും സാമികൾക്ക് ചെയ്തില്ലായിരുന്നു എന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഈ ഭാഗം പഠിച്ചിരിക്കുന്നു. സാമികൾക്ക് തൊലികത്തുമില്ല, ക്ഷേമവുമില്ല, കൽമത്തുമില്ല, യാതിയില്ല. അത് തൊലികത്തെ പഠിച്ചിരിക്കുന്നു. നേരത്തെ ഘടനയെ പഠിച്ച് ന്യായം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ ദാർശനിക ഭാഗം കൊടുക്കുന്നുണ്ടെങ്കിൽ അയവാക്കിയിട്ട് വലിച്ചമായി 2 മാറ്റിയല്ലേ, അത് പ്രമാണനെ കൊടുക്കട്ടെ. അത് ന്യായീകരിച്ചതാണ്. ഇത് പറയട്ടെ, ഈ ഭാഗം നിങ്ങൾ മനഃപൂർവ്വം കണ്ടിരിക്കുന്നു. ഇത് ചെയ്ത് വേണ്ട എന്നാണ് സ്വാമികൾക്ക് ചെയ്യിപ്പില്ലെങ്കിൽ ചെയ്യുന്നത്. ഈ വിഭാഗത്തിൽ നിന്ന് മൊബൈൽ പുസ്തകനായി അനുമതി വരികയെന്ന് മഹാനായ ഇമാമിന്റെ കിതാബിൽ പറഞ്ഞതിൽ നിന്നും സ്വാമികൾക്ക് ചെയ്തില്ല എന്ന് തെളിയിക്കാൻ എനിക്ക് തയ്യാറാണോ? നീ ദൈവനായുമായി മുഖാമുഖത്തിന് വെല്ലുവിളിച്ചല്ലോ, ഞങ്ങളുമായി മുഖാമുഖത്തിന് നീ തയ്യാറാണോ? കുട്ടികളൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യട്ടെ. ഇതിൽ നിന്നും അനുമതി വരികയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് താമീകൾക്ക് ചെയ്തില്ല എന്നുള്ള വാദം താമീകൾക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണമാണ്. മൊയ്തീൻ ചെയ്തതിനാണ് ഇത് തീർന്നില്ല, വിവരക്കേടാണ് എന്ന് പറഞ്ഞ് അവിടെയും തീർന്നില്ല.
സാമീകൃതയും കയറി ഇനിയും അങ്ങോട്ട് കയറിയ ആശയങ്ങളുണ്ട് മുഴുവൻ ആൾക്കാരെ കൊണ്ടെടുക്കുന്നില്ല മുഴുവൻ എടുക്കുന്നില്ല കാരണം മുഴുവൻ പേരെ കൊടുത്താൽ ഇനിയൊന്നും പേരത്തെ പിന്നെ നമുക്ക് കാണാം ഇപ്പോൾ ആർക്കെതിരെയെല്ലാം ഇവൻ ആക്രോശം നടത്തി മുഴുവൻ ഇവനെ കേട് ആര് പറഞ്ഞു അരികതാക്കി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ലോകത്തിൽ കഴിഞ്ഞപ്പോഴുള്ള മുഴുവൻ ആളുകളും സ്വീകരണം നിർബന്ധമാണ് എന്ന് പറയുന്നു അത് ശരിയല്ല എന്ന് ഇവർ പറയുന്നു മാത്രമല്ല ഇബ്രാഹിം റളിയല്ലാഹു അൻഹുവിനെതിരെയുള്ള കുറ്റാരോപണം മോശമാണ് ഇപ്പോൾ താബീഇകൾക്കെതിരെ ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്നു മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹമായിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം പറയുന്നു എപ്പോഴും ഈ ആഗ്രഹമായി കച്ചാലൂന കല്ലാബൂന യസൂനകും ബിൽആദി ലം തസ്മഉ അൻതും വലാ ആബാഉകും ആഗ്രഹമായിട്ട് പണ്ഡിതന്മാരായ വൃത്തികെട്ട പണ്ഡിത സമൂഹവും അവർ തെറ്റാരികളാണ് എന്താണ് അവരുടെ യോഗ്യത എന്താണ് അവരുടെ ഏർപ്പാട് യസൂനകും ബിൽആദി അവർ ചില കാര്യങ്ങളുമായി കൂടെ നിങ്ങളുടെ അടുത്ത് വരും എങ്ങനെയുള്ള കാര്യങ്ങളാണ് ലം തസ്മഉ അൻതും വലാ ആബാഉകും ഇവരെ കേൾക്കുന്ന നമ്മൾ കേൾക്കാത്തതാണ് നമ്മുടെ പിതാക്കന്മാർ കേൾക്കാത്തതാണ് അങ്ങനെയുള്ള ആളുകൾ അഗതിപ്രകാശിയെ പോലെയുള്ള ആളുകൾ അങ്ങനെയുള്ള വാദവുമായി ഇപ്പോൾ വന്നിട്ടുള്ളത് സാക്ഷാൽ അഗതിപ്രകാശിയാണ് അവരെ കുറിച്ച് പറഞ്ഞത് ആകൃതമായ തെറ്റാലാണ് ഇത്രയും ക്രമമായി കൊണ്ടുവരുന്ന ആളുകൾ പറയുന്നു ആകൃതമായി പുറപ്പെടുന്ന തെറ്റാലിനെ ഭയമില്ല പക്ഷേ മുസ്ലിം ജനസമുദായത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പിഴപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ പേരിൽ യൂത സമ്മേളനത്തെ കൊണ്ടിരിക്കുന്ന ചില വ്യക്തിഗത പണ്ഡിതന്മാരിലും ആ ദർശനങ്ങളിലാണ് ഞാൻ നയിക്കുന്നത് ആ ദർശനാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് ജൂതന്മാർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രതിജ്ഞയെടുത്തത് ഇത്തരം സന്ദേശം പ്രചരിപ്പിക്കാനാണെങ്കിൽ ആ ജൂത സന്ദേശത്തിന്റെ തനി സന്ദേശവുമായിക്കൊണ്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മൊയ്തീൻ ഇവരൊക്കെ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ ആളുകളാണ് ശരിയല്ല താലികൾക്ക് ശരിയില്ല നീ നിന്റെ അടുത്ത് ആരാണ് വിവരമുള്ളത് വളരെ ഗുരുതരമായി പോയി നിന്റെ ആരോപണങ്ങളെല്ലാം തന്നെ മാപ്പീകങ്ങളാണ് സാക്ഷാൽ അറബി സക്കാബ് തന്നെ കിതാബ് സഹിതം എന്ന കിതാബ് സഹിതം സാക്ഷാൽ അറബി സക്കാബ് തന്നെ താബീകൾക്ക് ചെയ്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കൊല്ലത്തേങ്ങളിൽ നിന്നും എട്ടാമത്തെ കൊല്ലത്ത് ജബറുൽ ജാമിയയിലെ ശൈഖ് വിശ്വസിക്കുന്നു അതിനാൽ ഈ ശരീരത്തെ പൂർണ്ണമായും ഈ ആശയമാണ് എന്താ പറഞ്ഞത് കിതാബ് ജാമ്യമാകുന്നത് ഈ ആശയമാണ് ഞാൻ വെറുതെ പറയുകയില്ല ഷിയാക്കളുടെ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നാൽ തൊഴിലുകാരെന്ന് പറയുന്നു ഞങ്ങൾ എന്ന് പറയുന്നു എന്നല്ല കാന്തപുരമാകും എന്ന് പറയുന്നില്ല ജാമ്യയെ കുറിച്ച് ലോകത്തെ ആധുനിക വർഷമാകുന്ന ടീച്ചർ എന്താണ് മഹാനായ അല്ലാമ ഹാജി ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കശ്ഫുൽ 591 പേജ് പറയുന്നു ജബറുൽ ജാമിയ അതിനെക്കുറിച്ച് എന്താ പറയുന്നത് ഹുവ ഇമാമുൻ അലൈഹി ഇൽമി ഇജ്മാഇ ബിലൗഹിൽ ഖദാഇ വൽ ഖദാഇ വൽ ഖദരി മുഹ്തമി അലാ കുല്ലി മാ കാന വമാ യുറൂനു കുല്ലിയൻ വയുഖിയൻ ഉണ്ടായതും ഉണ്ടാവാൻ പോകുന്നതുമായ ഭാഗികമായും പൂർണ്ണമായും അടങ്ങിയ ഖദറിനെ കുറിച്ചും ഖദാഇനെ കുറിച്ചുമുള്ള വിജ്ഞാന ശാഖയാണ് ആര് പറയുന്നു അല്ലാമ ഹാജി ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കശ്ഫുലിനെ 591 പേജ് പറയുന്നു ഇത് ശരിക്കാൻ സഹാബിയിലേക്ക് സാധ്യമാണോ എങ്കിൽ നീ വഹാബിസത്തിന്റെ പേരിൽ പോയിരിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ മഹാനവരുകൾ ശീലിയാണോ മുസാവറോട് തീരുമാനിച്ചത് ഇത് ശീലാശയമാണോ മഹാനവരുകൾ പറയുന്നു ഇത് അടിസ്ഥാനത്തിൽ വച്ചതാണെന്റെ വിശ്വാസമാണ് ലോകത്ത് വ്യാപകരെ ഉണ്ടാകാൻ പോകുന്ന കാര്യമാണ് അല്ലെ അല്ല മഹാനികളെ പറയുന്നു തീർന്നില്ല മഹാനായ
തന്റെ ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ല. 23-ാമത്തെ വയസ്സിൽ അതിന് പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ഹുമാ കിതാബാനി അലി റളിയല്ലാഹു അൻഹു, അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കിതാബാണ്. قال ذكر فيهما على طريقة علم الحروف الحوادث التي تحصل بانقراض അക്ഷരജ്ഞാനമനുസരിച്ച് ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ അതിൽ പറഞ്ഞിരിക്കുന്നു. ആര് പറയുന്നു? സയ്യിദ് ജലീൽ ജുർജാനി റഹ്മത്തുള്ളാഹി അലൈഹി മാനവരുടെ ശരിയാണോ മുജാവറ കൂടിക്കോ തീരുമാനിക്കോ ഇത് ശരിയാണെന്നാണ് അല്ല മാത്രമല്ല മഹാനായ ശിവരഞ്ജി റഹ്മത്തുള്ളാഹി അലൈഹി സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ട വിജ്ഞാന ശാഖയാണ് എന്ന് പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല ഇബ്നു ഖുബൈബ റഹ്മത്തുള്ളാഹി അലൈഹി ജബ്റുൽ ജാമിയെക്കുറിച്ച് പറഞ്ഞത് ബാലബിൻ ഖുബൈബ ഈ കിതാബ് അതവരുടെ കിതാബ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖുബൈബ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കിതാബുൽ തഫ്രീ കതബഹു ജാഫർ ഖാദിർ മുഹമ്മദ് മുഹമ്മദ് ബിൻ മാസൂദ് റളിയല്ലാഹു അൻഹു ജാഫർ ഖാദിർ റളിയല്ലാഹു അൻഹു കിതാബുൽ തഫ്രീ എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ട വിജ്ഞാന ശാഖയാണ്. ഇബ്നു ഖുബൈബ റഹ്മത്തുള്ളാഹി പറയുന്നു അലിസക്കാമിൽ പറയുന്നു അത് വിശ്വാസമാണ്. ഇവിടെ കേടാണ് നിന്റെ വേദനായ തീർന്നില്ല. മഹാനായ ശാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ സദറുദ്ദീൻ മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് അൽ-ഖുദരി റഹ്മത്തുള്ളാഹി അലൈഹി ജബ്റുൽ ജാമിയ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ട വിജ്ഞാന ശാഖയാണ് എന്ന് പ്രവർത്തിക്കുന്നു. മാനവരുടെ ശരിയാണ്. ഇനി നിങ്ങൾക്ക് ഇവരെയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അവർക്കൊരു ഇസ്ലാമെന്ന് പറയും വലിയ നന്ദിട്ടുണ്ട്. എന്നാൽ ആദിവാസ സമസ്തയുടെ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് നിങ്ങളാകുമ്പോൾ തന്നെ ദൈവം വികാരമാണെന്ന് ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത്. ഇനി എന്താണെന്ന് അറിയില്ല. ആദിവാസ സമസ്തയുടെ പതാക കൊണ്ടുവന്നിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ സ്ഥാപിക്കുന്നതിനും വഹാബി സർക്കാരിനെ എതിർക്കുന്നതിനും മുൻപന്തിയിരുന്ന മഹാനായ അഹമ്മദ് റസാഖ് ഖാൻ അദ്ദേഹം ജബ്റുൽ ജാമിയെ കുറിച്ച് പറഞ്ഞത് റഹ്മത്തുള്ളാഹി അലൈഹി അൽ ജബ്റുൽ ജാമിയ ഹുമാ കിതാബാനി അലി റളിയല്ലാഹു അൻഹു. ആരാ പറയുന്നത്? നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ പതാക ആരുടെ സാന്നിധ്യത്തിൽ നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്? മഹാനായ അല്ലാമ അഹ്മദ് റസാഖ് ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി ജബ്റുൽ ജാമിയെ കുറിച്ച് പറഞ്ഞത് ഹുമാ കിതാബാനി അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണ്. ഖദ് ദക്കറ ഫീഹിമാ അലാ ത്വരീഖത്തി ഇൽമിൽ ഹുറൂഫിൽ ഹവാദിസ് അല്ലതി തഹ്ദുസു ഇലാ ഇൻഖിറാദിൽ ആലം. ലോകാവസാനം വരെയുള്ള ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങൾ അക്ഷരജ്ഞാനമനുസരിച്ച് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ആര് പറഞ്ഞു? അഹ്മദ് റസാഖ് ഖാൻ പറഞ്ഞു. ഇപ്പൊ ഇവർ ജബ്റുൽ ജാമിയെ കുറിച്ചുള്ള ഉരുണ്ടുകളിണ്ടായി. ആദ്യം പറഞ്ഞു ജബ്റുൽ ജാമിയെ കുറിച്ച് കോഴിക്കോട് ജില്ലയിലെ ഇയാൾ പ്രദേശത്ത് വെച്ച് ഇവരുടെ സംസ്ഥാന ഇത് കാന്തപുരം KV മുഹമ്മദ് മുഖ്യ അന്ന് പറഞ്ഞത് ജബ്റുൽ ജാമിയ എന്നത് തനി ആശയമാണ്. ഇവിടെ മറ്റൊരു നേതാവിന്റെ പെരുമാറ യസ്ബിന്റെ റിസാല ജില്ലാവാസിക പഠിപ്പ് നേടിയിട്ടുണ്ട്. ഷെയ്ഖിനെ കക്കാട് വന്നപ്പോഴാണ് ജബ്റുൽ ജാമിയെ കുറിച്ച് കേട്ടത്. ഞങ്ങൾ അതിനെ കുറിച്ച് അന്വേഷിച്ചു. എവിടെ? പുതുലിക്കാവിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളെ കുറിച്ച് ആദ്യം നോക്കേണ്ടത്. നിങ്ങൾക്ക് മഹാഭാരതം നോക്കിക്കൊണ്ടായിരുന്നോ? എന്നിട്ട് ജബ്റുൽ ജാമിയെ കുറിച്ച് മഹാഭാരതത്തിൽ പറയുന്നത് കൊണ്ട് ഇത് തനി ഹിന്ദുവികമാണെന്ന് പറയാം. ഇന്നലെ ത്യാഗത്തിൽ പോയി ഇവൻ ത്യാഗം എത്രമാത്രം വന്നിട്ട് വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ വീട്ടിൽ പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ പറയും ഞാൻ എൻ്റെ ഭർത്താവിനെ ചോദിച്ചോട്ടെ. കാരണം അടുത്തത് ഭർത്താവാണ്. പിന്നോട് എന്തെങ്കിലും കാര്യം ചോദിക്കാൻ ഞാൻ എൻ്റെ ഉസ്താദിനെ ചോദിക്കട്ടെ. എൻ്റെ അടുത്ത ആൾക്ക് ഉസ്താദാണ്. കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. നമുക്ക് തീരുമാനിക്കാതില്ല. ഉസ്താദിനെ ചോദിക്കട്ടെ. ഇവർ നേരെ ജബ്റുൽ ജാമിയെ കേട്ടപ്പോൾ നേരെ ഉസൂലുൽ പോയിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളുടെ ജീവിതത്തെ വിളിച്ച് ഇവര് എന്തൊരു ബന്ധമാണ് നേരെ ആയിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഒരിക്കലേ കൊണ്ടാണ് ഓടിക്കൊടുക്കുക. കൂട്ടരെ ഇതാവിനെ കുഞ്ഞുങ്ങളാക്കിയാണല്ലോ. നിങ്ങളുടെ നേതാവിനെ പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രസിദ്ധീകരിക്കുന്ന അഹമ്മദ് റസാഖ് ഖാനെ
അപ്പൊ വീടുകളെ നോക്കണം എന്നില്ല. കോഴിക്കോട് വെച്ച് കോഴിക്കോട് ജില്ലയിലെ ഇയാൾ പ്രദേശത്ത് വെച്ച് ഇവരെ AP മുഹമ്മദ് പറഞ്ഞത് ജബ്രുൽ ജാമിയ അത് ഈ ആശയമാണ്. അങ്ങനെ ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ കൊണ്ടുവരട്ടെ. വലിയ വെല്ലുവിളി. ജബ്രുൽ ജാമിയാണ് കൊണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ സിറാജിലെ എഴുതുന്നത് സാക്ഷാൽ തുല്യനോടെ എഴുതിക്കുന്നത് AP മുഹമ്മദ് ജാദവറിനെ എഴുതിയിരിക്കുന്നത്. ജബ്രുൽ ജാമിയെ എവിടെയെന്ന് വെല്ലുവിളിച്ചാൽ പിന്നീട് എന്ത് ചെയ്തു? ജബ്രുൽ ജാമിയെ കുറിച്ച് ഞാൻ വായിക്കാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ജബ്ർ എന്ന ഗ്രന്ഥമുള്ളതായി ചിലർ പറയുന്നത്. ആ ജബ്ർ ചാലിയം മുഴുവനായും മലപ്പുറം ശോതാക്കളുടെ അടുത്തുള്ള സയ്യിദ് കുടുംബത്തിലെ സയ്യിദ് ബുഖാരിയുമായി യാത്രയായ തങ്ങളുടെ പുതുമാനയിലും കാണാം. ഈ ലേഖകന്റെ കൈവശമുണ്ട് ഇതിന്റെ ഒരു പ്രതി. ജബ്രുൽ ജാമി ഉണ്ടെങ്കിൽ കൊണ്ടുവരാമെന്ന് വെല്ലുവിളിച്ച ആളുടെ അലമാരയിലുണ്ടത്രേ. അലമാരയിൽ പൊടിപുരണ്ടി കിടക്കുന്ന ജബ്രുൽ ജാമിയെ കുറിച്ച് പഠിപ്പിച്ചു തരാൻ 21-ാം നൂറ്റാണ്ടിന്റെ വഴികാട്ടി യൂസുഫ് നിങ്ങൾ ജബ്രുൽ ജാമിയെ പഠിപ്പിച്ചിരിക്കുന്നതെന്ന് അതിന്റെ വ്യക്തമായ യാഥാർത്ഥ്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താ ജബ്രുൽ ജാമിയെ കൊണ്ടുവരണം കൊടുത്തു. ഇത് നമ്മളെടുത്തുണ്ട്. ഇത് മാമോത്ത് പറഞ്ഞോ കച്ചവടക്കാരെടുത്താണ്. അതിൽ പറയും ഒരാൾക്ക് വരാൻ പറയാറില്ല. മന്ത്രിസ്ഥാനത്തിലുണ്ടെങ്കിൽ പെണ്ണനെ കൂട്ടിലുണ്ടെങ്കിൽ യാറാണ്ടാകുമ്പോഴേക്കും ഇയാൾ ഭയങ്കര വർക്കിലാണ്. അപ്പുറത്താക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അവിടെ കിട്ടുന്നായിരുന്നു. അതൊന്നും പറയാനില്ല. ഇതെന്തായാലും ജബ്രുൽ ജാമിയ അങ്ങനെ താൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൊണ്ട് ഏതോ ആഗ്രഹമായ ഒരു മാധ്യമാവ് വായിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉമ്മത്തിന് കൊണ്ട് നേട്ടം എന്ന് പറഞ്ഞ കാന്തപുരനെ പറയാം. ഇത് ചാരിയാത്തിയുടെ കുതുകാനയുണ്ട്, മലപ്പുറത്തെ ശിവദാരുടെ പള്ളിയുണ്ട്, ഇന്ത്യ എടുത്തുണ്ട്. ഏത് അതൊക്കെ കിട്ടുന്നതാണ്. ഇപ്പൊ അമ്മ എടുക്കുന്നവരെ ഉരുട്ടെ നോക്കി ഉരുട്ടെ തിരില്ല. അത് ചോദിക്കുന്നത് പിന്നെന്താ അതേ കാണുന്നേ എന്ത് പറഞ്ഞോ ദാരിദ്ര്യനാവ്. പിന്നെ പറഞ്ഞത് ദാരിദ്ര്യനാവ് എന്ന് പറഞ്ഞ് കണ്ടേ ദാരിദ്ര്യനാവ് എന്ന് പറഞ്ഞാൽ ജബ്രുൽ ജാമിയാണ്. പിന്നെ പറഞ്ഞാൽ ജബ്രുൽ ജാമിയെ പൂർണ്ണമായും അംഗീകരിച്ചു. പറഞ്ഞാൽ ജബ്ർ എന്ന ഇന്നുണ്ടോ അപ്പൊ പൂർണ്ണമായി അംഗീകരിച്ചു. അലവിലക്കാർക്ക് പോലും വായിച്ചിട്ടില്ല. അലവിലക്കാർക്ക് കൂടെ പറയുന്നത് അത് ഈ ആശയമാണ്. സാമൂഹിക മതപ്രസ്ഥാനം വായിക്കാറില്ലല്ലോ. എവിടെയെങ്കിലും മുജാഹിദിനെങ്കിലും മുദാഫ നടത്തി സ്വന്തം അനുയായികളെ കൊണ്ട് ജോലി ചോദിച്ചിട്ട് സ്വന്തം കുഞ്ഞുങ്ങളെ മുജാഹിദിലേക്ക് റിക്രൂട്ട് ചെയ്യണം പണിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറെ മുജാഹിദിലേക്ക് പോകുന്നുണ്ട്. അതൊക്കെ എന്താണ് പിന്നെ പറയാം. എന്താ പറഞ്ഞത്? ജബ്രുൽ ജാമിയായാലും ഇപ്പോഴും ചെയ്യാനാണ് അലവിലക്കാൻ പറയുന്നത്. ഞാൻ ഏകോപനത്തിലേക്ക് പങ്കെടുത്ത് കഴിഞ്ഞു. എവിടെ എന്ന് പറഞ്ഞാളിപ്പോ ഇപ്പൊ പറയുന്നപ്പോ ജബ്ർ എന്ന ഇൽമുണ്ടോ അതിൽ ഗന്ധമുണ്ടോ എന്നതിൽ നമുക്ക് ചർച്ചയില്ല. അതിലൂടെ അങ്ങനെ ഇൽമുണ്ടോ കൊണ്ടുപോയി കൂട്ടരെ കൊടുത്തെടുത്തു. നിന്റെ അടുത്തുണ്ട്. ഇനി നമുക്ക് ആ നാട്ടിലൊരു ചർച്ചയില്ല. ഇനി എന്താ ചർച്ച? സുന്നി പോയിട്ടാണ് പേരെന്തെങ്കിലും സുന്നികളോ ചർച്ച എന്താ ചെയ്യുന്നത്? അതേസമയം ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ മഹാന്മാരും ഖുർആനിൽ 2 പറഞ്ഞാണ്. ഇത് താരിഖ് എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണെന്ന് വ്യക്തമാക്കി. മുഴുവൻ മഹാന്മാരും 2 പറഞ്ഞ കിതാബ് പരിശുദ്ധ ഖുർആനാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. താരിഖ് എന്ന് പറഞ്ഞാൽ മുഴുവൻ മഹാന്മാരെ പറഞ്ഞിരിക്കുന്നത് അത് ഖുർആനാണെന്നാണ്. ജബ്രുൽ ജാമിയ എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിൽ ഞങ്ങൾ പറഞ്ഞു ജബ്രുൽ ജാമിയയെ കുറിച്ച് ദാരിദ്ര്യ കിതാബ് എന്നതിൽ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അറബി ഞങ്ങൾ തന്നെ തഫ്സീർ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കാണിച്ചു. അങ്ങനെ ഒരു തഫ്സീറും പറഞ്ഞിട്ടില്ല. ഒരു ആരാണ് ദാരിദ്ര്യ കിതാബിന്റെ ജബ്രുൽ ആരും പറഞ്ഞിട്ടില്ല. അതിന് ഇബ്നു അറബി തഫ്സീർ കാണിച്ചു. അത് പറഞ്ഞ് ഇബ്നു അറബി തങ്ങളുടെ തഫ്സീറിലുള്ളതും ചെയ്തിരിക്കുന്നതും വേറെയാണ്. അതിൽ ബഹുമാനപ്പെട്ട പറയുന്നതിനെ വിശദീകരിച്ചു. ഒരു ബലീറിന്റെ മിസ്റ്റേക്ക് ഭാഗമുണ്ടായിരുന്നെങ്കിൽ മാത്രം വെക്കുന്നതിന് ശരിയാവണം വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അലവിനാഥി ഒഴിഞ്ഞിരുന്ന് മുഖാമുഖം നിർത്തി വിനയപൂർവ്വം ഞങ്ങൾ ജബ്രുൽ ജാമിയെ കുറിച്ച് ഗ്യാസ് ആക്കിയിരുന്ന നോക്കിയാൽ സ്വകാര്യമായി ഫോൺ വിളിച്ചാൽ ഫ്രീ ആയിട്ട് തരാം. കാരണം ഭർത്താവുണ്ടല്ലോ ഏതാണ്ട് ഭർത്തായി അതുകൊണ്ട് സ്വകാര്യം ഇരുന്ന് പഠിക്കാൻ വിശദമായിട്ട് പറഞ്ഞു.
നേതാക്കന്മാരിപ്പം ജബ്രജാമിയെ കുറിച്ച് ചർച്ചകളില്ലാതെ വരാം. മൂപ്പർ കോട്ടുമല വന്നാണ് കുറച്ച് കൊട്ടിക്കുക. അത് ശരിയാ ദേവാണ്. സാധുന്ന് നിങ്ങൾ ഈ പത്രം കിട്ടുന്ന വായിക്കുന്നത് വാങ്ങിച്ചിട്ട് പോകാൻ കോട്ടല്ലാണ്ട് വരാം. സ്വകാര്യക്ക് വന്നാൽ സ്ഥലത്തേക്ക് വരാൻ മടിയുണ്ട്. അത് ഇപ്പൊ പറഞ്ഞത് അതിന്റെ കിതാബെന്ന് പറഞ്ഞാൽ ജബ്രജാമിയ ഖുർആനിനെ പറഞ്ഞിട്ടില്ല. ഇവരാണ് തെറ്റ് കാണിച്ചത്. മുഴുവൻ വിശദീകരിച്ച് കൊടുത്തു. വാവ് ഇല്ലാതെ വാവ് ഉണ്ടായിട്ട് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ വിശദീകരിച്ച് കൊടുത്തപ്പോ ഞാനത് പറഞ്ഞത് അംഗീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അവസാനം പറഞ്ഞതെന്താ, ഇബ്നു അറബി തങ്ങളുടെ തഫ്സീറിൽ പല കള്ളത്തരങ്ങളും കടത്തിക്കൂടിയിട്ടുണ്ടെന്ന് ഇമാം ജലാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ യവാഖീത്തിലും ഖസായിസിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ തഫ്സീർ തെളിഞ്ഞു ചെയ്യാറുമല്ല. ആരെങ്കിലും പറഞ്ഞു ഇബ്നു അറബി തങ്ങളുടെ തഫ്സീറിൽ നിങ്ങളുടെ വ്യത്യാസമുണ്ട്. ഇത് ഒക്കെ പരിഹരിച്ച് കൊടുത്തപ്പോൾ ലാസ്റ്റിന്റെ ചെയ്തത് ഇബ്നു അറബി തങ്ങളുടെ തഫ്സീർ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ആദ്യം നമ്മൾ പറഞ്ഞാൽ പറയുന്നത്. ഈ നിസ്കരിക്കാൻ പഠിക്കുമ്പോൾ ചില ആൾക്കാരുണ്ട്, ഞാനൊക്കെ നിസ്കരിക്കാൻ പോയില്ല, എൻ്റെ കുഞ്ഞിക്കറിയാം, എൻ്റെ തലയെ പ്രശ്നമില്ല, എന്നെ എന്തല്ലോ അതിൻ്റെ ഓട്ടങ്ങൾ അത് മുട്ടിൻ്റെ കീഴ്പ്പെട്ട പ്രശ്നമല്ല. അതിൻ്റെ തുണി കീറിയിരിക്കുന്ന ആൾക്കാരുണ്ട്. ആൾക്കാർ കാണാൻ വേണ്ടിയാണ് നിസ്കരിക്കുന്നത്. എന്നാൽ ആൾക്ക് ഞാൻ പോയി വാങ്ങിത്തരാണ്. ഞാൻ ചിലർ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റുന്നത് എന്നാൽ ആദ്യം പറഞ്ഞാൽ പോലെ ഇവര് കൊണ്ട ഇതിന് ചെലവൊക്കെ പഠിപ്പിച്ചാൽ പറയാം, അത് അംഗീകരിക്കാൻ പറ്റില്ലട്ടോ. അതുകൊണ്ട് നിങ്ങൾ തീർത്ത് പറയണം. ഇപ്പൊ ആർക്കാണ് പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ രസാണ് കൂട്ടി ചേർത്തതാണ് എന്നാ പറഞ്ഞത്. എന്നാൽ കാണപ്പെട്ട വിഭാഗം മൊത്തം ആളുകളോടാണ് എഴുതിയത്. നിങ്ങൾക്ക് ഇവരാണ് തങ്ങളുടെ യഥാർത്ഥമായ ഒരു പ്രതി, യഥാർത്ഥമായ കോപ്പി, കൈക്കടത്തലുകളില്ലാത്ത ഒരു കോപ്പി നിങ്ങൾക്ക് സമർപ്പിക്കാൻ തയ്യാറാണോ? അത് ഞങ്ങൾ കാണിച്ചു തരാം. ഇവരാണ് തങ്ങളുടെ കൈക്കടത്തിയിട്ടുണ്ട് എന്ന് ചെയ്യുന്നു. ജബ്രജാമിയെ കുറിച്ച് കൈക്കടത്തിയുന്നത് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? ആര് പറഞ്ഞു അത് കൈക്കടത്തിയതാണ് എന്ന്? ജബ്രജാമിയാണ് കൈക്കടത്തിയതാണ് എന്ന് ആര് പറഞ്ഞു? കൈക്കടത്തൽ നടന്നിട്ടുണ്ടോ ഇങ്ങനെ കാര്യത്തില് ചർച്ച ചെയ്തിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ജബ്രജാമിയ അത് കൂട്ടിച്ചേർത്തതാണ് എന്ന് ആരാ പറഞ്ഞത്? ഞാൻ പാകിസ്ഥാനിയോട് ചോദിക്കില്ല, കാരണം മുമ്പില് സ്വന്തം പ്രസ്ഥാനത്തിന്റെ അതുപോലെ വായിക്കാതെ കേരളക്കാരാണ്. ഞാൻ മൂപ്പരോട് ചോദിക്കില്ല, മറ്റു സർക്കാരുകാരോട് കാന്തപുരത്തിന് മൊത്തം മുജാവറകളോട് ചോദിക്കുന്നു. അതിന്റെ യഥാർത്ഥ കോപ്പി കൊണ്ടുവരില്ല എങ്കിൽ നമുക്ക് പിന്നീട് ചർച്ചയാവാം. അല്ല, അല്ലാതെ തെളിവ് മുഴുവൻ കൊണ്ടുവന്നതിനെ പറയാം അത് സ്വീകരിക്കാൻ പറ്റില്ല. അല്ലെ, ആ ന്യായമേ 1 വയസ്സായ കുട്ടികൾക്കുള്ളവർ അതൊന്നും മനുഷ്യന്മാർക്ക് യോജിച്ചതല്ല, പ്രായ മക്കളുള്ളവർക്ക് യോജിച്ചതല്ല. അത് പക്ഷേ ഇല്ലാത്തവർക്കുണ്ടാവാം ഇങ്ങനെയൊക്കെ കേൾക്കുന്നത്. മാത്രമല്ല അന്വേഷണത്തിൽ നിഷേധിക്കാമെന്ന് അടുത്ത പൊട്ടത്തരം 9 ഇതിനെ നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന തെളിവ് ഈ യാത്ര പറഞ്ഞ പ്രകാരം ഖുർആൻ ഇറങ്ങിയ പ്രകാരം വല്ല കിതാബ് നിങ്ങളെടുത്തുണ്ടോ? ഇല്ല, കിതാബുള്ള അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾക്കല്ലാതെ ഇതിലെടുത്തില്ല. ഇതിൽ നിന്നും വ്യക്തമാണ് അലിറളിയല്ലാഹുവിനെ എന്തിനായിരുന്നു ജബ്രജാമിയാകുന്ന ഗ്രന്ഥമില്ല എന്നതിന് ഈ ഹദീസ് മതിയായ തെളിവാണ്. ബുഖാരി മുസ്ലിം എഴുതിപ്പിടിച്ചിട്ട് ഒരിക്കലും അധ്യാപനം അത് നിങ്ങൾ കൂട്ടത്തിൽ വരാൻ പോകും. ഈ ഹദീസിൽ നിന്നും മഹാനായ അലിറളിയല്ലാഹുവിനെ ജബ്രജാമിയ ഇല്ല എന്ന് അല്ലെങ്കിൽ ജബ്രജാമിയെ നിഷേധിക്കാനുള്ള തെളിവായി ആരെങ്കിലും പറഞ്ഞതായിക്കൊണ്ട് അവർ സന്നിധിവാദമാകട്ടെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഈ ഹദീസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് ജബ്രജാമിയെ നിഷേധിക്കാനുള്ള തെളിവായി ആരെങ്കിലും പറഞ്ഞതായി സാധ്യമാണോ? സാധ്യമല്ല, ഒരു കുട്ടിയും സാധ്യമല്ല. അല്ല, ഈ ഹദീസിന് തെളിവല്ല. അലി റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഇല്ലാതെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ സുന്നത്ത് എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുക. അഖ്വാലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഫ്ആലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തഖ്രീറാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതിനാണ് സുന്നത്ത് എന്ന് പറയുക. അലി റളിയല്ലാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലേ, കിതാബ് സുന്നത്തല്ലാതെ പറയാറില്ല. ഈ ജബ്രജാമിയ സുന്നത്തപ്പെട്ടതാണ്. അവർ സുന്നത്തുവൽജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരിക്കൽ പറഞ്ഞതാണ് ജബ്രജാമിയ എന്നാൽ ഹുമാ കിതാബാനി അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹു കിതാബാണ്. ആരാണ്? മഹാനായ
അതുകൊണ്ട് ഈ ഹദീസ് കൊണ്ടുവന്ന് ജബർ ജാമ്യനെ നിഷേധിക്കാനുള്ള ചില കുൽസിത ശ്രമം നടത്തിയത് അലവി കർണാടകയുടെ വിവരക്കേടായി പോയി. അതുകൊണ്ട് വളരെ മോശമായി പോയി. ഇത് ഈ ആശയമല്ല, അതൊരു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയമാണ്. നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇബ്നു അറബി തഫ്സീറിന്റെ കൂട്ടിക്കലർത്താത്ത ഒരു യഥാർത്ഥ പ്രതി കൊണ്ടുവരിക. മാത്രമല്ല ജബ്റുൽ ജാമിയെ കുറിച്ച് പറഞ്ഞത് തെറ്റാണ് എന്ന് ലോകത്തെ ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ തെളിയിക്കുക. അലി ജോയിമാവിനെ പറഞ്ഞ അറിയിച്ചിരുന്നു. ലോകത്തെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജബ്റുൽ ജാമിയെ വിശ്വസിക്കാനുള്ള തെളിവായി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഉദ്ധരിക്കുക. എങ്കിൽ അതിനെക്കുറിച്ച് പിന്നീട് ചർച്ചയാവാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആളുകളെ വൃത്തിയെല്ലാം വിളിച്ച അടുത്ത അവസ്ഥ ത്വരീഖത്ത് പിഴച്ചെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ട് ജബ്റുൽ ജാമി അതുകൊണ്ടാണ് പിഴക്കാനുള്ള കാരണം. അങ്ങനെ പറഞ്ഞത് പിന്നീട് പറഞ്ഞത് ഇപ്പോൾ ആരെയും എതിർക്കുന്നു. ഈ ത്വരീഖത്ത് നിങ്ങൾ ജീരാനിക്കാരാണല്ലോ. മൊയ്തീൻ ശൈഖ് റളിയല്ലാഹു പണ്ഡിതന്മാർ എതിർക്കാൻ പഠിപ്പിച്ചിട്ടില്ല. എന്താ തെളിവുള്ളത്? നല്ല രസം ഉപരി കൊണ്ടുവന്ന തെളിവുണ്ടാക്കി ആദ്യമായി പറയാം. പണ്ഡിതന്മാരെ എതിർക്കുന്ന പറഞ്ഞു. ആദ്യമായപ്പോൾ ഞങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ പ്രമാണം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു പണ്ഡിതനെ ഇന്നേ വരെ ഞങ്ങൾ എതിർത്തിട്ടില്ല. എതിർത്തതായി തെളിയിക്കാൻ കഴിയില്ല. അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഇങ്ങോട്ട് എതിർത്തപ്പോൾ അങ്ങോട്ട് തന്നെ മറുപടി പറഞ്ഞു. ഔലിയാക്കളെ കളിച്ചാൽ ഞങ്ങൾ നോക്കി നിൽക്കില്ല. ആ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു പോലെയുള്ള ആളുകളെ ഉന്നതന്മാരായ മതായികന്മാരുടെ വാക്കിനെ വിവരക്കേടെന്നും മതായികന്മാരുടെ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ കൈകടത്തിക്കൊണ്ട് കിതാബിന്റെ വിവാദത്തിൽ വർദ്ധിക്കുന്ന ആളുകളെല്ലാം തന്നെ ശൈഖ് നിശ്ചിതമായി വർദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളൊന്ന് വിനയപൂർവ്വം നിഷ്പക്ഷ ബുദ്ധിയാക്കിയിരിക്കുന്ന ആളുകളാണ് ഞാൻ സംസാരിക്കുന്നത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ കുറിച്ച് വിവരം കേൾക്കുന്നു. താലിബാൻ അസാഖമാരെ മുഴുവനും ശൈഖില്ലാതെ വിജയിക്കാൻ സാധ്യമല്ലായിരുന്നു ഞാൻ പറയുമ്പോൾ ഈ വാദം ശരിയല്ല എന്ന് പറഞ്ഞ ആളുകളെ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങളെന്ത് ചെയ്യും? അവരെ പൂർണ്ണമായിട്ട് ആദരിക്കണം. അതിന് മാത്രം ഞങ്ങൾ മറുവിഭാഗത്തെ പോലെ ആലോചിച്ചിട്ടില്ല. ഞങ്ങൾക്കത് കഴിയില്ല. ഞങ്ങൾ യഥാർത്ഥമായി പ്രമാണങ്ങളനുസരിച്ച് ജീവിക്കുന്ന ഒരു പണ്ഡിതൻ ഞങ്ങൾ എതിർത്തിട്ടില്ല. ഇന്ന് എതിർത്തതായി തെളിയിക്കാൻ കഴിയില്ല. കുപ്രചരണങ്ങൾ പലരും നടത്തുന്നുണ്ട്. ഒരു വർഷം നടത്തി ധൈര്യമുണ്ടെങ്കിൽ കുപ്രചരണങ്ങൾക്കൊന്നും നിങ്ങൾക്ക് കേൾവി കൊടുക്കാതെ നേരിട്ട് ചെയ്തിട്ട് വരും. ആളുകൾ പറഞ്ഞത് നിങ്ങൾ തെളിവാണ് ചെയ്യണം. കൊണ്ടുവന്ന തെളിവെന്താണ്? ആരും നിങ്ങൾ എടുക്കാൻ പാടില്ല, നിങ്ങൾ ജീരാനിക്കാരല്ലേ എന്ന് പറഞ്ഞത് കൊണ്ടുവന്ന തെളിവ് വായിക്കാം. എന്താ പറഞ്ഞത്? എന്ത് ശേഷം മോചന്മാർ എടുക്കാൻ പാടില്ലാതെ കൊണ്ടുവന്ന തെളിവെന്താ? പണ്ഡിതന്മാരായി ശേഖന്മാരെ പിൻപറ്റിക്കോ. അല്ല കക്കാക്കുക. ഇത് നിനക്കുള്ള ദൈവത്തെ, നിനക്കെതിരെയുള്ള ദൈവത്തെ. എന്നാൽ ഈ പറഞ്ഞത് ശേഖന്മാരായ ആരെങ്കിങ്ങളായ ശേഖന്മാരെ പിൻപറ്റിക്കോല. മോചന്മാരെ എതിർത്തിരുന്നതിനർത്ഥം ഇത്തവണയും പിൻപറ്റുക. ശേഖന്മാരെ എങ്ങനെയുള്ള ശേഖന്മാരെ? അഖിലേന്ത്യാ വട്ടം ചുമന്നേ ഒരു വട്ടം നിർബന്ധമാണെന്നോ പിന്നീട് ശരിയല്ല എന്ന് പറയുന്ന ആളുകളെയല്ല, അല്ലാതെ വിവരമുള്ള ശേഖന്മാരെ. നിങ്ങൾ അഖിലേന്ത്യാ നേതാവിനെ പിൻപറ്റിയാണല്ലോ മുഖത്ത് ചെയ്യുന്നത്. വിവരമുള്ള ശേഖന്മാരെ പിൻപറ്റുക എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് എതിരായുള്ള തെളിവാണ്. പാമ്പിനെ അടിക്കാൻ നോക്കുമ്പോ വടിമ പാമ്പുണ്ടാ നോക്കണ്ടേ? മൂപ്പര് നമുക്കെതിരെ തെളിവുണ്ടാ? എതിരായി. ഇത് നിനക്കെതിരെയുള്ള തെളിവാക്കാതോ? ശരിക്കും പിൻപറ്റണമെന്നാണ് ഈ പറഞ്ഞത്. എന്തായാലും ദുരിതകരമായ കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്തോ കുടിച്ചു വന്നിട്ടുണ്ട്. മോഷണം നടത്തിയത് തീർന്നില്ല. മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലാണ് മോഷണം നടത്തുന്നത്. എന്താ മോഷണം? ഈ തുടങ്ങുന്നത് പറഞ്ഞാൽ മൂപ്പര് ആയത് പറഞ്ഞത് ഇതവയെ കിട്ടാവുന്ന സുന്നത്തുൽ ആലിമീന തീമാണ്. അതുകൊണ്ട് മൂപ്പര് രക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ മോഷണം നടത്തി. എന്താ തുടങ്ങുന്നത്? എങ്ങനെയാണ്? അൻബാബയും റഹ്മത്തുള്ളാഹി അലൈഹി വസല്ലം മല്ലം യദല്ലഹു ശൈഖുൻ ഫൈബൈത ശൈഖുഹു. ഈ വാദം മനഃപൂർവ്വം മോഷ്ടിച്ചിട്ടാണ് അവരുടെ വിശ്വാസം. എന്തിനാ പാവയും മോശം?
നിനക്കെന്താ ഇത്രമാത്രം കുറെ കുത്തുവെയ്ത്ത് വാങ്ങി കുത്തുവെയ്ത്തിന് വേണ്ടി കൈമടക്കൊക്കെ വാങ്ങി ചീച്ചിലാക്കി ആഹാരം കൊടുത്തിട്ടാണല്ലേ? എന്തിനാണ് മോട്ടിച്ചത്? ശരിക്കില്ലാത്തവന്റെ ചെയ്തിരിക്കാണ് എന്നുള്ള വാക്കിനെ മനഃപൂർവ്വം മോട്ടിച്ചു. കാരണം ഇവന് ചെയ്തില്ല. ഓനെ പറഞ്ഞിട്ട് പറയാ എനിക്ക് കേൾക്കില്ല, ഒരീകത്തുമില്ല, എന്തോ ഒരു വിനയത്തോടു കൂടിയത്. അത് വിനയം പ്രകടിപ്പിക്കാനുള്ള മോചിത വാങ്ങേതാണ് മനസ്സിലായിട്ടുള്ള ചെയ്താനാണ് മുമ്പെടുത്തവര് എനിക്ക് ചെയ്യൂല, ഒരീകത്തുമില്ല, വിനയപൂർവ്വം വിനയം പ്രകടിപ്പിക്കാൻ അവരോട് പറയാം ഞാൻ വളരെ പാവാണ്, നമുക്ക് കേൾക്കാറില്ല, നോമ്പ് എടുക്കാറില്ല, കൊടുക്കാറില്ല, തിരിച്ചു കൊടുക്കണമോ നിനക്ക് ചെയ്യുകയില്ല എന്നത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ചെയ്താനാണ് മുമ്പ് ഇതൊരു ചെയ്താനല്ല തപ്പോ മൊബൈൽ കുറിച്ച് ഞാൻ ചെയ്താന്ന് പറഞ്ഞിട്ടില്ല. ഇവര് മനുഷ്യൻ കർപ്പൂരെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ സ്വർണ്ണക്ക് കത്തിലുള്ളത് അത് ദുനിയാവാണ്. ഇതൊക്കെ വില പിടിപ്പെടുന്നതാണ് ദുനിയാവ് ഒഴിവാക്കാനൊക്കെ പറഞ്ഞ കിട്ടാറ്. അത് മുറിയിട്ടേക്കുള്ളതാണ് കിട്ടാറും നോക്കിയിട്ടുണ്ട്. ചിന്താ നോക്കാവുന്നല്ല. എവിടെ കണ്ടു തുടക്കം കണ്ടു ഒടുക്കവും കണ്ടു ഭയങ്കര മറ്റേ ഇവിടെ നാട് മാത്രമായി നടുപിടിച്ചിങ്ങനെ നീന്തേന്ന് കയറാതെ ഇവിടെ കണ്ടു ഇതാണ് അവിടെയും കണ്ടു. ഇങ്ങനെയുള്ള ശേഖമാരെ എടുക്കാൻ വേണ്ടി ആരെങ്കിലും എടുക്കാൻ വേണ്ടി കുറച്ച് തെളിവാകും. ഞാൻ പേര് നമ്പർ നേരെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് തെളിവ് ആരെങ്കിലും അഭിനന്ദനങ്ങൾ. എന്തിനാണ് ഈ മോഷണം നടത്തിയത്? ഇങ്ങനെയുള്ള ആരെങ്ങളെ എതിർക്കാൻ വേണ്ടി വൈദ്യുതികളാവുന്നു ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. 208 പേജ് നമ്പർ ഞാൻ പറഞ്ഞാലോ. ഇനിയും അബദ്ധം വിളമ്പാതിരിക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതിരിക്കാൻ ആരെക്കുറിച്ചാ നിങ്ങൾ അർത്ഥം വെച്ചുകൊള്ളുക. ഹൃദയമാവിന് വേണ്ടി പ്രസംഗിക്കുന്നവൻ മൂല്യമാരെ കുറിച്ചാണ്. നിന്റെ വാദം മുതൽ നിന്റെ സംസാരം കേവലം നാവിൽ നിന്ന് മാത്രമാണ്, നിന്റെ ഹൃദയത്തിൽ നിന്നല്ല. നീ മൊയ്തീൻ ചെയ്യുന്നതെല്ലാം എഴുതുന്നു, മൊയ്തീൻ ചെയ്യുന്നതെല്ലാം വിവാദത്തിൽ മോഷ്ടിക്കുന്നു, മൊയ്തീൻ ചെയ്യുന്നതെല്ലാം വിളിക്കുന്നു, മൊയ്തീൻ ചെയ്യുന്നതെല്ലാം വിവരിക്കാനാണെന്ന് പറയുന്നു. നിന്നെ കുറിച്ചാണ് പറയുന്നത്. കലാമക്കനെ ഇസ്ലാമികരാണ് എന്റെ നാവിൽ നാം ഹൃദയത്തിലല്ല. മുനാഫികളായ പണ്ഡിതന്മാരെ വിശദീകരിച്ച് മൊയ്തീൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അന്നത്തെ വൃത്തികെട്ട മൂല്യമാണിത്. അന്ന് തുടങ്ങിയ ഏർപ്പാട് ശേഖമാരെ എതിർത്ത് എന്നിട്ട് വിശദീകരിച്ച് പറയാണ് ആ മൊഴിമാർക്കുള്ള അടയാളങ്ങളാണ് അലാമാതും في وجه المرائين المنافقين الدجالين المبتدئين أعداء الله ورسوله أعداء الله عز وجل وأعداء رسوله صلى الله عليه وسلم. എന്ത് ഒരുപാട് വിശേഷണം പറയാം. മുനാഫിഖീങ്ങളായ ദജ്ജാലികളായ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ശത്രുക്കൾക്കുള്ള മുന്നിൽ കാപ്പട്ടത്തിന് അടയാളം എന്താണ്? അലാമാത്തും ഉദ്യോഗിയും ഒപ്പി കലാമിയും ഓല മുഖത്തും ഓല സംസാരത്തും നോക്കിയാൽ കാണാൻ അല്ലെ ഇങ്ങനെ മുഖത്ത് നോക്കിയാൽ കാണാൻ അലാമാത്ത് അടയാളം എവിടെ കാണാം? ഈ ഉദ്യോഗിയും അവരുടെ മുഖത്ത് എന്താ ആ കാര്യത്തിൽ തന്നെ ഒരു ആത്മാർത്ഥമായി കപടത്തിന് എവിടെ കാണാം? മുഖത്ത് കാണാം. ഒബി കലാമി അവരുടെ സംസാരത്തിൽ കാണാം. മഹാനായ അന്നത്തെ കപടന്മാരായ പണ്ഡിതന്മാർക്കെതിരെ വളരെ ശക്തമായ ആക്രോശമാണ് നടത്തിയിട്ടുള്ളത്, വിപ്ലവമാണ് നടത്തിയിട്ടുള്ളത്. മൊഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ യഥാർത്ഥ പിൻഗാമിയായ ശൈഖുന യൂസുഫ് സുൽത്താൻ ഷാ സാബിരി ചിസ്തി പരിശുദ്ധമായ ഖാദിരിയ്യ തരീഖത്തിന്റെ സന്ദേശവുമായി ശൈഖുന അതേ കർത്തവ്യം തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ മശായിഖുമാർക്കെതിരെ എതിർത്തുകൊണ്ടിരിക്കുന്ന അത്തരം വ്യാജന്മാർക്കെതിരെ ശൈഖുന ഈ പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. ഒരിക്കലും നിർത്തുന്ന പ്രശ്നമില്ല. അടുത്തൊരു ശൈഖുന തൊലീഖത്ത് പയറ്റുന്ന വരാനുള്ള കാരണം അവരുന്നതിന്റെ ബന്ധവാദത്തിന്റെ ഗ്രന്ഥങ്ങള്, സാഹിത്യങ്ങള് അതിലൂടെയൊക്കെ വരുന്നത് ജൂതായുധമാണ് എന്നാണ് പറയാനുള്ള കാരണം. ഇത് പയറ്റുന്ന പറയാനുള്ള കാരണം ജൂതായുധമാണ് കേരളത്തിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്ന് ശൈഖുന പറഞ്ഞിട്ടുണ്ട്. ശൈഖുന അവരുന്നതിന്റെ ബന്ധവാദത്തിന്റെ ഗ്രന്ഥങ്ങള്, സാഹിത്യങ്ങള് എന്നതും
അതിലൂടെ ജൂതായുധമാണ് പ്രചരിപ്പിക്കുന്നത് എന്നൊന്നും ഷെയ്ഖന എഴുതിയില്ല. ഷെയ്ഖന എഴുതുന്നത് ഞാൻ വായിക്കാം. ജീലാനി സന്ദേശത്തിലൂടെയാണ് ഇത് എഴുതിയത്. ഇത് പിടിച്ച് തെളിവാക്കിയിട്ടാണ് ഇത് കരുതു എന്ന് പറയുന്നത്. എന്താണ് അതിൽ എഴുതിയത്? ഏതാനും വർഷങ്ങളായി കേരളത്തിൽ ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്ത് കണ്ടുവരുന്നത് ജൂതരുടെ ബുദ്ധികളിൽ ആശ്രയിക്കപ്പെട്ട ഇസ്ലാമിന്റെ പേരിലുള്ള ഇസ്ലാമിക വിരുദ്ധ ഉൽപ്പന്നമാണ്. ഏതാനും വർഷങ്ങളായി അടിവരണം. ഏതാനും വർഷമായി ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്ത് കണ്ടുവരുന്നത് ജൂതരുടെ ബുദ്ധികളിൽ ആശ്രയിക്കപ്പെട്ട ആശയമാണ്. ഏതാനും വർഷമായി ഇതിന് അടിവരണം. ഇസ്ലാമിന്റെ പേരിലുള്ള പ്രസിദ്ധീകരണമാണ്. അതിൽ എന്താണ് വരുന്നത്? ജൂത ആശയമാണ്. അതിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥങ്ങളിലോ സാഹിത്യങ്ങളിലോ ഒന്നും ജൂത ആശയമാണ് എന്ന് ശൈഖുനാ യൂസുഫ് സുൽത്താൻ ഷാഹ് ഖാദിരി എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതിയതായി തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പറയാനുണ്ടാകും നിങ്ങൾ പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥമാണ്. ഞാൻ ചോദിക്കട്ടെ, മുൻഗാമികളായ ആളുകൾക്ക് തൊഴിലില്ലായിരുന്നവരെ പൂർവികളെ നിഷേധിക്കുന്ന ഈ ഗ്രന്ഥത്തെ എങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥമായി പരിചയപ്പെടുത്താൻ സാധിക്കും? 4 പുസ്തകങ്ങളിൽ പ്രമുഖരായിരുന്ന മഹാനായ ഇബ്രാഹിം ശുദ്ധവചനത്തെ മോഷ്ടിച്ച ഈ ഗ്രന്ഥത്തെ എങ്ങനെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഗ്രന്ഥമായി പരിചയപ്പെടുത്താൻ സാധിക്കുക? മറിച്ച് ഇത് തനി ജൂത ആശയമാണ്. നൂറ്റാണ്ടുകളായി ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി കഷ്ടകെട്ടിയിറങ്ങിയവർ ആ ജൂതന്മാരുടെ ഏർപ്പാട് ഇപ്പോൾ ഇവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുരീഖത്തിനെ തകർക്കുക എന്നുള്ള ജൂത ആശയം ഇപ്പോൾ കേരളത്തിലെ ചില പണ്ഡിത പ്രവൃത്തികളെ എത്തിയിരിക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളിലേക്ക് കളിച്ചതിന് അള്ളാഹുവിന്റെ ഔലിയാക്കൾ നിന്റെ പിന്നാലെ കൂടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നതിന്റെ തുടക്കമാണ്, നിന്റെ പിരിച്ചുവിടലിന്റെ തുടക്കമെന്ന് നീ ഓർക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ നിന്റെ ഗുരുതരമാകും ഇനി എവിടെ ചെല്ലുന്നോ മുഴുവൻ തന്നെ തിരിച്ചുവിടും. ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ഹൗസി പടയുടെ ഇറങ്ങിയിട്ടുണ്ട്. നാളായി കഴിഞ്ഞാൽ ഇത്തരം വൃത്തികളുടെ പണ്ഡിത പ്രവൃത്തികൾക്കെതിരെ ജീവന്റെ അവസാന ശ്വാസം വരെ അന്ത്യമില്ലാതെ പ്രഖ്യാപിക്കാൻ ഹൗസി പടയുടെ പ്രഖ്യാപനം കുറെ കാലമായി ജൂതായുധം കേരളത്തിൽ പ്രചരിപ്പിച്ച് ജനങ്ങളെ സംഘടനത്തിലും സംഘടനത്തിലുമായി ഇങ്ങനെ മുടക്കാൻ തുടങ്ങിയിട്ട് ശൈഖുനാ ഗ്രന്ഥത്തിലൂടെ ജൂതായുധമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടില്ല. മലയാളം തിരിയാത്തതിന്റെ കുഴപ്പമാണ്. കിതാബില്ല, സ്വന്തം പ്രസ്ഥാനം തിരിയില്ല, ഇനി മലയാളവും തിരിയില്ല. എന്താ കാര്യമല്ലോ? ഇതിൽ എഴുതിയിരിക്കുന്നത് ഏതാനും വർഷമായി കേരളത്തിൽ ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്ത് കണ്ടുവരുന്നത് ജൂതബുദ്ധികൾ ആവിഷ്കരിക്കപ്പെട്ട ആശയമാണ്. 2006 മുതലാണ് കേരളത്തിൽ ഇസ്ലാം തുടങ്ങുന്നത്. അത്രേ ജീലാനിക്കാരാണ് ഇസ്ലാം തുടങ്ങിയത്. സാധു മലയാളം ഏതാനും വർഷമായി എന്ന് വെച്ചാൽ 2006 മുതലാണ് ഇസ്ലാം തുടങ്ങിയത്. അർത്ഥമാക്കാൻ പറ്റുമോ? ഏതാനും വർഷമായി എന്ന് പറഞ്ഞതിൽ തന്നെ ഏത് LKG കുട്ടിക്കാണ് അർത്ഥമാക്കാൻ കഴിയില്ല. കുതിരവട്ടത്തോടുകൂല ഏതാനും വർഷമായി എന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഇവന്മാരെ കുറിച്ചാണ് ശൈഖുനാ പറഞ്ഞത്. ഇവന്മാരെ കുറിച്ച് പറഞ്ഞതാണ്. ഏതാനും വർഷമായി എന്നതിൽ നിന്നും 2006 മുതലാണ് ഇസ്ലാം കേരളത്തിൽ തുടങ്ങിയെന്ന് എങ്ങനെയാണ് സഖാഫി അർത്ഥം വെക്കുക? കിതാബേതായും തിരിയില്ലാതെ ഞങ്ങൾ ഓടിത്തരാം. മലയാളം കൂടി ഉപയോഗിക്കാൻ ഞങ്ങൾക്കിപ്പോൾ കഴിയില്ല. തീർന്നില്ല. സമസ്ത രൂപീകരിച്ചതിന് ശേഷം കേരളത്തിൽ മുഴുവനും ജൂതായുധമാണത്രേ. അതുകൊണ്ട് രോഗികൾക്ക് വേണ്ടതാണ് സാധു ഏതാനും വർഷമായി എന്ന് പറയാം. സമസ്ത രൂപീകരിച്ചതിന് ശേഷം എന്ന് അർത്ഥമാക്കാൻ പറ്റും. ഏതാനും വർഷം എന്ന് പറഞ്ഞാൽ ഇതെന്നാ വ്യത്യാസപ്പെട്ട് അന്ന് വരും അല്ലേ? പൂർവികരെ കുറിച്ച് അളവ് പറയുക. ഇത് നിങ്ങളെ പ്രധാനകാലം പോലെ പഠിച്ചിട്ടുണ്ട്. കാന്തപുര മുസാവറ ഒരുമിച്ച് കൂടി തെളിയിക്കാൻ കടന്നുവാ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്ക് മുഴുവനും ഇവരുടെ കേരളാണ് എന്ന് 21-ാം നൂറ്റാണ്ടിന്റെ വഴികാട്ടി ഇൻഷാ അല്ലാഹ് തെളിയിക്കും. അറിവിന്റെ സാധ്യമായിട്ടില്ല. ഞങ്ങൾക്ക് നേരെ പോരാ, ഞങ്ങൾക്ക് കഴിഞ്ഞിട്ട് പോരാ. ഞങ്ങൾക്ക് ഒരാൾ നേരെ വന്നാൽ ഇന്ന മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് എന്തോ IT കൊണ്ടേയാക്കണം, രോഗം പറയുന്നത് ഇന്ന അവിടെ കൊണ്ടേയാക്കുന്നത്. അത് ഈ ചെറിയ ഡോക്ടർമാർക്ക് പോയിട്ട് പോരെ. അടുത്ത് ദൂരാണല്ലോ പറയാം. നിന്നെ ആരുടെ അടുത്ത് കൊണ്ടേയാക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കും. ആരും ഞങ്ങൾക്ക് നേരിട്ട് കിട്ടണം. അതുകൊണ്ട് ശൈഖുനായുമായി നിങ്ങൾ വാർത്തകൾ അവിടെ നിന്ന് കേട്ടു. പിന്നെ ആകെ പറയാതെ വാർത്തയാണ്. ആകെ പ്രമാണങ്ങളെ കൊണ്ട് തെളിയിക്കുന്നത് ആകെ ജപ്പുജാമ്യം മാത്രമേ. അത് ഉരുണ്ട് കളിച്ച് പാകെ ഫലം മാറും. പിന്നെ ചൂടായിട്ടും അവിടുന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ ആളുകൾ അവിടുന്ന് പറഞ്ഞു, ആൾക്കാർ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ രാജ്യത്തോടെ ലിസ്റ്റും നാട് മുഴുവൻ തെളിയിക്കാൻ.
ഒരു ആൺകുട്ടി ചെയ്യേണ്ടത് ഒരാളെ കുറിച്ച് പഠിക്കുമ്പോൾ അങ്ങാടിയിലെ തെരുവുതണ്ടികളോടല്ല പഠിക്കേണ്ടത്, അതല്ലെങ്കിൽ അങ്ങാടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ആളുകളോടല്ല പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കണമെങ്കിൽ കേരളത്തിലേക്ക് ഒരാൾ വരും, എന്തിന് കാന്തപുരത്തെ കുറിച്ച് പഠിക്കാൻ. ഞാൻ പറഞ്ഞു മോനെ എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ക്രൈമിയായിട്ട് പോയിക്കോ എന്ന് പറയാൻ നിങ്ങൾക്ക് തീർച്ചയാവോ? പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് തീർച്ചയാവോ? കാന്തപുരത്തെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ കാന്തപുരം APR വിദ്യാലയം അടുത്തില്ല, അല്ലെങ്കിൽ ആളുകൾ അടുത്ത് നിന്ന് പലതും കൊടുക്കും. ഇവൻ ആലുവയിൽ പോയി പഠിച്ചു എന്നാ കേട്ടത്. എവിടെ വന്ന് പഠിച്ചാൽ ഞങ്ങൾക്കറിയില്ല. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവരാണ്. വേറും മാറ്റി പെരുമാറ്റിയിട്ട് നമ്മുടെ കേരളത്തിന്റെ പൂർവ്വകാല ജനത ഏത് അടിസ്ഥാനത്തിലാണോ ജീവിച്ചത്? അഥവാ മമ്പുറങ്ങളും അതുപോലെ ഉമ്മർക്കാവുമെല്ലാം പരിശുദ്ധമായ തൊഴിലത്തിന്റെ പാതയിലൂടെയാണ് ജീവിച്ചത്. അതാണ് കേരള മുസ്ലിം ജനസഞ്ചയത്തിന്റെ പൂർവിക പാരമ്പര്യം. അതാണ് പൂർവ്വസൂരികളുടെ പാത. അതാണ് വിഷയത്തിന്റെ സൂത്രവാക്യം. അതാണ് വിഷയത്തിന്റെ രഥ്യ. ആ സന്ദേശവുമായിക്കൊണ്ടാണ് ദീപം കൊളുത്തിവെച്ച ആധുനിക സന്ദേശവുമായി കേരളത്തിലേക്ക് 21ാം നൂറ്റാണ്ടിന്റെ വഴികാട്ടി കടന്നു വരുന്നത്. എന്റെ മുസ്ലിം സമുദായമേ, സംഘർഷത്തിലേർപ്പെട്ട സംഘർഷത്തിന്റെയും സംഘടനത്തിന്റെയും ഭാരതത്തിന്റെയും പുതിവാസത്തിന്റെയും സംഘർഷ ഭൂമിയായി മാറിയ കേരള ജനതയിലേക്ക് കടന്നു വരുന്നു. നമ്മുടെ മാർഗം തൊഴിലത്തിന്റെ മാർഗമാണ്. സംഘടന നമുക്ക് വേണ്ട, ഗ്രൂപ്പിൽ നമുക്ക് വേണ്ട. ഗ്രൂപ്പ് നോക്കി തൊഴിലത്തിലേക്ക് തീരുമാനിക്കുന്ന അവസ്ഥ ഒരിക്കലില്ല. ആ കാലത്ത് നിങ്ങൾ വേണ്ട പണത്തുണിക്കുന്ന നാളെ മാറ്ററിയ ജലക്കൂട്ടിലേക്ക് ജലീക്കണോ എന്നാൽ എല്ലാത്തിനും പോകുന്നൊന്നും പഠിച്ചോ പറയില്ല. അള്ളാഹു പറയുന്നത് അല്ലെ മൂമിനായി ജീവിക്കണം. മാത്രമല്ല പരമാവധി സാധിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഷേക്ക് വേണം. എല്ലാവർക്കും നിർബന്ധമാണുള്ളത്. ഓരോ ജീവിതം തന്നെ പറഞ്ഞിരുന്നു, ഷേഖ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. അതുകൊണ്ട് എനിക്ക് അവസാനമായി പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും തന്നെ സംഘടനത്തിലോ സംഘർഷത്തിലോ ഒരുങ്ങിയതല്ല, വാദപരിവാദത്തിലോ ഒന്നും ഒരുങ്ങിയതല്ല, മറുപടിക്കും ഒരുങ്ങിയതല്ല. മറിച്ച് ഷേഖ് പറഞ്ഞു, ഞാൻ സൗമ്യമായിട്ട് ഭാഗത്തിരുന്ന് ഈ പ്രസ്ഥാനമായി മുന്നോട്ട് പോവുകയായിരുന്നു. ചിലരെതിലേക്ക് വലിച്ചെടുത്ത് അറിയുന്നു. ഈ പ്രവർത്തനം ഇതിനെതിരെ ആരെല്ലാം തന്നെ നാക്കിട്ടടിക്കുന്നുവോ അവർക്കെതിരെ ഇൻഷാ അല്ലാഹ് ഷേഖ് ജീലാനി ഇസ്ലാമിക് അക്കാദമിയിലെ വിദ്യാർത്ഥി പടയണി, ഗൗസിയ പടയണി അതിനെതിരെ പ്രതികരിക്കാനുള്ള എല്ലാവിധ സന്നദ്ധതയും ഞങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അവസാനമായിക്കൊണ്ട് ഷേഖുനാ യൂസുഫ് സുൽത്താൻ മനുഷ്യ സമുദായത്തോട് പറയുന്നത്, നമുക്കൊരിക്കലും വിജയത്തിന്റെ സൂത്രവാക്യം ഈ തമിഴി കൊണ്ട് നമുക്ക് ലഭ്യമല്ല. ഒരിക്കലും നമുക്ക് സംഘർഷത്തിന്റെ പാതയിലൂടെ നമുക്കൊരിക്കലും തന്നെ വിജയം നമുക്ക് കൈവരിക്കാൻ സാധ്യമല്ല. മറിച്ച് മുർഷിദായ മുറബിയായ ഷേഖിൽ നിന്ന് നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുഖ്യയായി വരികമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ആരെയും ആക്രമിച്ചിട്ടില്ല, ആരെയും ഉപയോഗിച്ചിട്ടില്ല. അല്ലാഹുവിന്റെ ഔലിയാക്കളെ സ്വീകരിച്ചു. അതിനെതിരെയുള്ള ഒരു പ്രതികരണം മാത്രമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരു ഗ്രൂപ്പിൽ നമ്മൾ അംഗങ്ങളാവേണ്ടതില്ല. നമുക്ക് പൂർവികർ കാണിച്ചു തന്ന പാത അത് പരിശുദ്ധമായ ത്വരീഖത്താണ്. ആ ത്വരീഖത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക, മുഅ്മിനായി ജീവിക്കുക, മുഅ്മിനായി മരിക്കുക. പരിശ്രമങ്ങൾ മാത്രം ചെയ്യുവാൻ, ഏത് പ്രവർത്തനം ചെയ്യുകയാണെങ്കിലും അല്ലാഹുവിന്റെ രിള മാത്രം താമസിച്ചുകൊണ്ട് ചെയ്യുവാൻ, സത്യത്തിന് വേണ്ടി പടവെടുക്കുവാനുള്ള ആർജവത്വവും ആദർശവും അതിനുള്ള മലക്കരത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സത്യമാഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് സത്യം അല്ലാഹു ബോധ്യപ്പെടുത്താൻ ഈ പഠനവേദി ഉപകാരപ്രദമാകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.